തിരുവനന്തപുരം ജില്ലയെ കുടക്കുന്ന പണ്ട് മുതലേ ക്ഷീര വ്യവസായത്തിലും കാർഷിക വൃത്തിയിലും ഏർപ്പെട്ടിരുന്ന ഗ്രാമമായിരുന്നു. അനന്തപുരിയുടെ സ്വാഭാവിക നഗര വളർച്ചയുടെ ഭാഗമായി തിരുവനന്തപുരം നഗരത്തിനോട് ചേർന്ന് കിടന്ന പല ഗ്രാമങ്ങളും നഗരത്തിൽ ജോലി ചെയ്യുന്നവർ 10-20 സെന്റുകളായി കൈയടക്കി കൊച്ചു കൊച്ചു വീടുകൾ നിർമ്മിച്ചപ്പോൾ സ്വാഭാവികമായും ഈ ഗ്രാമങ്ങളിലെ ലക്ഷ്യങ്ങൾ മെല്ലെ മെല്ലെ കുറഞ്ഞു വന്നു. ഇത്തരം നഗരവൽക്കരണത്തിന്റെ ഇരയായി തീർന്ന കാർഷിക ഗ്രാമങ്ങളിലൊന്ന് കുടപ്പന. നീണ്ടു പരന്ന് പഴുത്തുകിടന്ന നെൽപ്പാടങ്ങളും നെൽമണികൾ കൊത്തി പറന്നു നടന്ന പരശതം കിളികളും തത്തകളും ഇവിടെ നിന്നും അപ്രത്യക്ഷമായി. കുന്നുകൾ ചുറ്റിയൊഴുകിയ വിശാലമായ തോടുകൾ ശോഷിച്ചില്ലാതായി. പറമ്പുകളിലും പാടങ്ങളിലും പാറക്കെട്ടുകൾ കൊണ്ട് മതിൽ നിർമ്മിച്ചപ്പോൾ നീരൊഴുക്കും നിശ്ചലമായി. അപ്പോഴും കൃഷിയുടെ മഹത്തായ പാരമ്പര്യത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നു, ശ്രീ ഗോപിനാഥൻ നായർ. എൻ്റെ ചെറുപ്പം മുതലേ തുടങ്ങിയ കൃഷിയാണ്. വളരെ ചെറുപ്പം മുതലേ നമ്മാട്ടി എടുത്ത് വെട്ടാൻ കഴിവില്ലാത്ത കാലത്ത് ഞാൻ ചട്ടുവം കൊണ്ടുവരെ മണ്ണ് കൂട്ടി വെച്ച് കൃഷി ചെയ്തു. അന്ന് മുതൽ ഇന്ന് വരെയും ഒന്നിനൊന്നിന് ഞാൻ കൃഷി ഡെവലപ്പായി പല രീതിയിലും നല്ല ഗുണമുള്ള പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഞാൻ കണ്ടുപിടിച്ച് അങ്ങനെയും ഞാൻ ചെയ്യുന്നുണ്ട്. നല്ല 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 വളർച്ച കൂടിയതും ജൈവവളത്തിൽ തന്നെയാണ് ഏറ്റവും കൂടുതലും ഫലം കിട്ടുന്നതും ഫലത്തിൽ ഏറ്റവും കൂടുതൽ വിളവ് കിട്ടുന്നതുമായ കൃഷികൾ ഞാൻ ചെയ്യുന്നുണ്ട്. 10ാം ക്ലാസ്സിൽ പാഠപുസ്തകങ്ങൾ പാഠശാലയിലേക്ക് തന്നെ വലിച്ചെറിഞ്ഞ് കർഷകനായിരുന്ന പിതാവിന്റെ പാത പിന്തുടർന്ന് കൃഷിയിടത്തിലേക്ക് പാഞ്ഞിറങ്ങിയ ഗോപിനാഥൻ നായർ പിന്നെ തിരിഞ്ഞു നോക്കിയില്ല. തൊട്ടതെല്ലാം പൊന്നാക്കുകയാണ് ഈ കർഷകന്റെ വിജയമന്ത്രം. ആദ്യമാദ്യം സ്വന്തം പുരയിടത്തിലും പാടത്തുമായി നെല്ല്, തെങ്ങ്, ഇടവിള കൃഷികളായ പയർ, പാവൽ, കോവൽ, പടവലം, വെള്ളരി, മത്തൻ, വെണ്ട, ചീര എന്നിവ എല്ലാത്തരം കൃഷികളും അദ്ദേഹം പരീക്ഷിച്ചു. ഇന്ന് ജൈവ കൃഷിയിലേക്ക് വരുന്ന ഏതൊരു കർഷകനുമുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഗുണമേന്മയുള്ള ഉൽപ്പാദനോപാധികളുടെ ലഭ്യത എന്ന് പറയുന്നത്. നമ്മൾ ജൈവ കൃഷിയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും രാസവളങ്ങൾ ഉപയോഗിച്ചാൽ കിട്ടുന്ന അത്രയും മൂലകങ്ങൾ അതേ അളവിൽ ചെടികൾക്ക് കിട്ടുന്നില്ല. അപ്പോൾ ജൈവവളങ്ങൾ ഉപയോഗിച്ച് അതിനെ അതുപോലെ അത്രയും അളവിൽ തന്നെ എത്തിക്കുക, അതുപോലെ ഉൽപ്പാദനക്ഷമതയിൽ കുറവ് വരാതിരിക്കുക എന്ന് പറയുന്നത് ഒരു ചലഞ്ചാണ്. ഈ ഒരു കാര്യം ധർമ്മസേനയുടെ ഒരു വിഭാഗം ഗുണമേന്മയുള്ള ഉൽപ്പാദനോപാധികൾ, ജൈവ ഉൽപ്പാദനോപാധികൾ ഉണ്ടാക്കുകയും ഇത് കർഷകർക്ക് ലഭ്യമാക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ഗുണമേന്മയുള്ള വിത്തുകൾ, നടീൽ വസ്തുക്കളെല്ലാം തന്നെ വിത്തുകൾ, തൈകൾ, അതോടൊപ്പം ജൈവവളങ്ങൾ പ്രാദേശികമായി കിട്ടുന്ന ജൈവ വസ്തുക്കളെ സമ്പുഷ്ടീകരിച്ചുകൊണ്ട് ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് രോഗങ്ങളും കീടങ്ങളും വരാതിരിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ സമ്പുഷ്ടീകരിച്ച വളങ്ങൾ, അതുപോലെ തന്നെ അന്തരീക്ഷത്തിൽ നിന്ന് നൈട്രജൻ വലിച്ചെടുക്കുന്ന നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ, ഫോസ്ഫറസ് സോളിബിലൈസിംഗ് ബാക്ടീരിയ, പൊട്ടാസ്യം മൊബിലൈസിംഗ് ബാക്ടീരിയ, ഇത്തരത്തിലുള്ള സൂക്ഷ്മജീവികൾ, മിത്രങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് സമ്പുഷ്ടീകരിച്ച വളങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും മികച്ച രീതിക്ക് ജൈവ കൃഷി ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ കർഷകർ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾക്ക് എപ്പോഴും ഒരു മാതൃകയായി മുന്നിൽ നിർത്താൻ കഴിയുന്ന ഒരു കർഷകനാണ് ശ്രീ ഗോപിനാഥൻ നായർ. തൊട്ടടുത്ത തട്ടിൽ പടവലമാണ് കൃഷി. ചുറ്റും നല്ല ബലമുള്ള കമ്പുകൾ നാട്ടി 4 പടയേക്ക് കയർ വലിച്ചു കെട്ടി നല്ല ബലമുള്ള പന്തൽ നിർമ്മിച്ചിട്ടുണ്ട്. അതിലേക്ക് പടവലത്തെ പടർത്തി വിട്ടിരിക്കുന്നു. ചെടി നട്ട് 3ാം മാസം മുതൽ പാകമായി തുടങ്ങിയ ഇവയിൽ നിന്നും ഒപ്പം വിളവും എടുത്തു തുടങ്ങി. ദിനംപ്രതി 40 കിലോയോളം പടവലം ഇദ്ദേഹത്തിന് ലഭിക്കുന്നു.
ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് അദ്ദേഹത്തിന് വേണ്ടുന്ന സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാനും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാനും. ഇതുപോലെ ഈ എല്ലാ കർഷകരും ഇത്തരത്തിലേക്ക് വരുമ്പോൾ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നമ്മൾ ഈ ഭയക്കുന്ന പച്ചക്കറിയിലുള്ള അല്ലെങ്കിൽ ഭക്ഷ്യവസ്തുക്കളിലുള്ള അവശിഷ്ട വിഷവീര്യത്തെ നമ്മൾ ഭയക്കുന്നു, നമുക്കൊരു ജീവഭയമുണ്ട്. ഇന്ന് ശരിക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത്തരത്തിൽ ഉള്ള പ്രവർത്തനങ്ങൾക്കൊരു മാതൃകയായി നമുക്ക് മുന്നിൽ കാണിക്കാൻ കഴിയുന്ന ഒരു കർഷകനാണ്. കൃഷിഭവനോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു കർഷകനാണ്. കൃഷിഭവനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എടുക്കുന്ന എഫേർട്ട് പൂർണ്ണമായിട്ടും കർഷകരിലേക്ക് എത്തിക്കാൻ കഴിയുന്നു എന്നുള്ള ഒരു ഫീലിംഗ് ഞങ്ങൾക്ക് കിട്ടുന്നത് ഇത്തരം കർഷകരോടൊപ്പം പ്രവർത്തിക്കുമ്പോഴാണ്. പഞ്ചായത്തിന്റെ പല സ്ഥലങ്ങളിലുമായിട്ടാണ് ഗോപിനാഥന്റെ കൃഷിയിടങ്ങളുള്ളത്. സ്വന്തം പുരയത്തിന് പുറമെ തരിശുനിലം കണ്ടെത്തി പാട്ടത്തിനടുത്ത് കൃഷി ചെയ്തു വരുന്നു. അവയിൽ പ്രധാനപ്പെട്ട കൃഷികളിലൊന്നാണ് വാഴ കൃഷി. മികച്ച ഇനം 400 നാടൻ നേന്ത്രവാഴയാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. ആഴത്തിൽ കുഴി, പച്ചിലവളം, ചാണകം തുടങ്ങിയവ അടിവളമായി പ്രയോഗിച്ച ശേഷം കന്നു നടുന്നു. തൊട്ടടുത്ത് എപ്പോഴും ഈർപ്പം കെട്ടി നിൽക്കുന്നതിനാൽ പ്രത്യേക ജലസേചനത്തിന്റെ ആവശ്യം വേണ്ടിവരുന്നില്ല. സാധാരണ വാഴയിൽ കണ്ടുവരുന്ന തണ്ടുതുറപ്പൻ തുടങ്ങിയ രോഗങ്ങളും ഇവിടെയില്ല. ഇവിടെ നിന്ന് ലഭിക്കുന്ന വാഴക്കുലകൾക്ക് നല്ല വലിപ്പവും ഭാരക്കൂടുതലുമുണ്ട്. അതുകൊണ്ട് തന്നെ ആവശ്യക്കാർ സ്പോട്ടിൽ വന്ന് വാങ്ങുകയാണ് പതിവ്. നേന്ത്രവാഴയ്ക്ക് ഞങ്ങൾ പ്രത്യേകിച്ചായിട്ട് ചെയ്യുന്നത് നട്ട് 1 മാസം കഴിയുമ്പോൾ എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും കൊടുക്കാറുണ്ട്. അത് കഴിഞ്ഞ് പച്ചിലവളം, പിന്നെ ചാണകം, കോഴിവളം, ഈ ജൈവവളങ്ങൾ മാത്രമാണ്. ഇതിന് പുറമെ വേനയ്ക്ക് ഇഷ്ടംപോലെ വെള്ളവും ഒഴിക്കുന്നുണ്ട്. നട്ട് 5 മാസം കഴിയുമ്പം കൊലച്ചു തുടങ്ങും. കൊലച്ച് കഴിഞ്ഞാൽ 3 മാസം കഴിയുമ്പോൾ വിളവെടുക്കാം. ശരാശരി ഒരു കൊല ഒന്നിന് ഒരു 12 കിലോ 14 കിലോ വെയിറ്റ് വരും. പിന്നെ അതിന് പുറമെ 5 പടല 6 പടല ഒക്കെ വരും. ഒരു 60, 65 50 അങ്ങനെ ശരാശരി വരും. പിന്നെ ഈ കൊല എടുത്തു കഴിഞ്ഞതിന് ശേഷം വീണ്ടും ആ വിത്ത് തന്നെയാണ് പിരിച്ച് ആ നടുന്ന കുഴിയിൽ നടുവില്ല, കുഴി മാറ്റി കിളച്ച് നടും. പിന്നെ ആ നടുന്ന കുഴിയിലും ഒരു വിള കൂടെ മിക്കവാറും ഉള്ളിടത്ത് നടുന്നതുകൊണ്ട് ദോഷമില്ല. കൂടുതലും തൊട്ടടുത്ത പച്ചക്കറി കടക്കാരും മൊത്ത കച്ചവടക്കാരുമാണ് ഉപഭോക്താക്കൾ. ഗോപിനാഥൻ നായരുടെ കൃഷിയിടത്തിൽ ജൈവവളത്തിന് മാത്രമേ പ്രവേശനമുള്ളൂ. എല്ലാ കൃഷിയിലും അനുവദനീയമായ അളവിലും കൃത്യസമയത്തും വളപ്രയോഗവും ജലസേചനവും സാധ്യമാക്കുന്നു. ജലസേചനത്തിനായി ആധുനിക സമ്പ്രദായങ്ങൾ ഒന്നും തന്നെ ഇവിടെ ഉപയോഗിക്കുന്നില്ല. പകരം പ്രകൃതിയെ ആശ്രയിച്ച് തന്നെയാണ് കൃഷി ചെയ്തിരിക്കുന്നത്. കൃഷിയിടത്തിൽ നിന്നും ഒഴുകി വരുന്ന നീരുറവയാണ് പ്രധാന സ്രോതസ്. കഴിഞ്ഞ 4 പതിറ്റാണ്ടായി കൃഷി മാത്രം ചെയ്ത് സന്തോഷകരമായി കഴിയുന്ന ഗോപിനാഥന്റെ കാർഷിക വൃത്തിയിലും ജീവിത വൃത്തിയിലും ഒരേപോലെ കൈത്താങ്ങായ ഭാര്യ ഷീല. ഞങ്ങളിവിടെ കൊടപ്പനക്കുഞ്ഞ് വന്നിട്ട് 10-30 വർഷമായി. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടും. അപ്പോൾ അന്ന് തൊട്ടേ കൃഷിയാണ്, ചെറുപ്പം തൊട്ടേ കൃഷിയാണ്. കൃഷി ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചേട്ടൻ്റെ ഞാൻ വയലിൽ പോകും, എന്തെങ്കിലുമൊക്കെ വെള്ളം കോരും, ആദായമൊക്കെ എടുക്കാനൊക്കെ ഞാൻ പോകും. ഇതിനു പുറമെ 2 പെൺമക്കളായ അർച്ചനയും ആതിരയും അവരുടെ കുടുംബവും അവധിക്കാലത്തെത്തി ഇവരെ കൃഷിയിൽ സഹായിക്കുന്നു. അങ്ങനെ കൊച്ചുമക്കളിലേക്കും കൃഷി വളർത്തിവിടുകയാണ് ശ്രീ ഗോപിനാഥൻ നായർ. ഞങ്ങൾ രാവിലെ 6 മണി 6-6:30 ആകുമ്പം പോവും, ചേട്ടൻ പോവും. പിന്നെ അതിൻ്റെ പുറകെ ഞാനും കാപ്പിയും കൊണ്ട് പോയി വെള്ളം കോരാനും കൃഷി ആദായം എടുക്കാനും ഒക്കെ സഹായിച്ചിട്ട് പിന്നെ വീട്ടിൽ വന്ന് അടുത്ത് വീണ്ടും 3-3:30 ആകുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകും. പോയിട്ട് സന്ധ്യ 6-7 മണിയാകുമ്പോഴാണ് വീട്ടിൽ വരുന്നത്. ഇദ്ദേഹത്തിന്റെ കൃഷിഭൂമിയിൽ നേരിട്ട് വന്ന് പച്ചക്കറി വാങ്ങാനെത്തുന്നവരുടെ എണ്ണം ധാരാളമാണ്.
വിഷരഹിത പച്ചക്കറി ബോധ്യപ്പെട്ടിട്ട് വാങ്ങാം എന്നതാണ് ഉപഭോക്താവിൻ സംതൃപ്തി. ജൈവകൃഷി ചെയ്യുന്ന കർഷകനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്നത് ജൈവകൃഷിയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് മികവുറ്റ വില കിട്ടുന്നില്ല എന്നത് തന്നെയാണ്. ജൈവകൃഷി ചെയ്ത് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിലേക്ക് എത്തുമ്പോൾ സാധാരണഗതിയിൽ സംഭവിക്കുന്നത് വിഷം അടിച്ചു വരുന്ന അല്ലെങ്കിൽ വിഷത്തിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പഴങ്ങൾക്കും പച്ചക്കറികൾക്കും കിട്ടുന്ന വില മാത്രമാണ് ഇന്ന് കമ്പോളത്തിൽ ലഭ്യമാകുന്നത് എന്നതാണ്. ഇന്നിവിടെ ഈ ഗോപിയുടെ പ്ലോട്ടിൽ നമ്മൾ നിൽക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഒരു കുടപ്പനക്കുന്നിലെ ഒരു പ്രധാനപ്പെട്ട കർഷകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ജനങ്ങളുടെ ഒരു അംഗീകാരം അത് വലുത് തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഫീൽഡിലേക്ക് ജനങ്ങൾ എത്തിച്ചേരുകയും അത് ജൈവ ഉൽപ്പന്നങ്ങൾ നല്ല വിലയ്ക്ക്, അതായത് മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്കും എന്നാൽ കർഷകന് മികവുറ്റ വില, നല്ല വില കിട്ടുന്ന തരത്തിലും ഇന്ന് അദ്ദേഹത്തിൻ്റെ മാർക്കറ്റിംഗ് സ്ട്രക്ചർ മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ ഇവിടെ വന്നിട്ട് കുലയാണെങ്കിലും അതുപോലെ തന്നെ ഇതിനാവശ്യമായ സാധനങ്ങളാണെങ്കിലും വീണ്ടും കൃഷി ചെയ്യാൻ ആവശ്യമായ വിത്തുകളാണെങ്കിലും തൈകളാണെങ്കിലും ഒക്കെ വാങ്ങിപ്പോകുന്ന ഒരു രീതി ഇന്ന് നമുക്ക് ഗോപിയുടെ ഈ ഫീൽഡിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഒരു കുടുംബമുണ്ട്. ഭാര്യയും 2 പെൺമക്കളുമാണ്. മക്കളെ 2 പേരും ഞാൻ കൃഷിയുടെ ആദായം കൊണ്ടൊക്കെ തന്നെയാണ് കെട്ടിച്ചു വിട്ടത്. പിന്നെ ഇപ്പോൾ അവരൊക്കെ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ എനിക്ക് എൻ്റെ ഭാര്യയൊക്കെ കൂടെയാണ് ചെറുതായിട്ട് കൃഷിക്ക് വേണ്ടിയിട്ടൊക്കെ അവരെ കൊണ്ട് കഴിയുന്ന രീതിക്കൊക്കെ ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ട്. പിന്നെ കൃഷി കൊണ്ട് നഷ്ടമില്ല, പക്ഷേ സാങ്കേതിക ബുദ്ധിമുട്ട് കൊണ്ടൊക്കെ ഈ ഇങ്ങനെ വരുന്ന പ്രകൃതിക്ഷോഭമൊക്കെ കൊണ്ടാണ് കൃഷിക്ക് ഞങ്ങൾക്ക് പരാജയം വരുന്നത്. പിന്നെ കൃഷി ആത്മാർത്ഥമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നഷ്ടമില്ലാതെ ഒരു കുടുംബം ജീവിച്ചു പോവാം. കാർഷിക ഗ്രാമമായിരുന്ന കുടപ്പനക്കുന്നിലെ അവശേഷിക്കുന്ന നല്ല കർഷകരിൽ ഒരാളായ ശ്രീ ഗോപിനാഥനെ തേടി മികച്ച നെൽകർഷകനുള്ള സംസ്ഥാന അവാർഡും മികച്ച ജൈവ പച്ചക്കറി കർഷകനുള്ള ജില്ലാ പഞ്ചായത്ത് തലത്തിലുള്ള വിവിധ ബഹുമതിയും തേടിയെത്തിയിട്ടുണ്ട്. ആരുടെയും സഹായത്തിനോ കാരുണ്യത്തിനോ കാത്തുനിൽക്കാതെ എന്നും മണ്ണിനെ മാത്രം സ്നേഹിക്കുകയാണ് ഈ കർഷക കുടുംബം. എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു കൃഷി ഓഫീസർ ആകണമെന്ന്. കാര്യം എൻ്റെ അച്ഛൻ ആ ഒരു രീതിയിൽ കൃഷിക്കാരനായതുകൊണ്ട് എൻ്റെ മക്കളെ അതുപോലെ ഒരു ഓഫീസർ ആക്കണം എന്നൊരു ആഗ്രഹമുണ്ട് എനിക്ക്. അത് ഏറ്റവും വലിയ ആഗ്രഹമാണ്. പിന്നെ എൻ്റെ ഹസ്ബൻഡിന് എൻ്റെ അച്ഛൻ ചെയ്യണമെന്ന് പറയുമ്പോൾ ഭയങ്കര അഭിമാനമാണ്. എപ്പോഴും മാമന് പടവലങ്ങയൊക്കെ കാണുമ്പോഴും വെള്ളരിക്കയും മലക്കറിയൊക്കെ കാണുമ്പോൾ ചേട്ടന് ഭയങ്കര സന്തോഷമാണ്. മാമനിങ്ങനെ അച്ഛൻ നന്നായിട്ട് കൃഷിക്കാരനാണല്ലോ എന്നൊരു അഭിമാനം എന്താണെങ്കിലും ചേട്ടനും ഉണ്ട്. കൃഷിക്കാരൻ്റെ മോളെന്നുള്ള നിലയിൽ എനിക്ക് ഇന്ന് വരെ ഏറ്റവും വലിയ അഭിമാനമാണ് എൻ്റെ അച്ഛനെന്ന് പറയണത്. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर,
और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा, बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വേനൽ ചൂട് കന്നുകാലികളെ സംരക്ഷിക്കാം. പശു വളർത്തലിൽ പരിശീലനം. വിളകൾക്ക് അനുയോജ്യമായി മണ്ണ് പരിശോധന. വേനൽ ചൂട് കന്നുകാലികളെ സാരമായി ബാധിക്കുന്നതിനാൽ അവയുടെ ഉൽപാദനക്ഷമത കുറയുകയും പാൽ, മാംസം എന്നിവയ്ക്ക് ദൗർലഭ്യം നേരിടുകയും ചെയ്യും. കഠിനമായ ചൂടിൽ ഇവയുടെ മരണവും സംഭവിക്കാം. ചൂടിൽ നിന്ന് കന്നുകാലികളെ സംരക്ഷിക്കുവാനായി ചെയ്യേണ്ട കാര്യങ്ങൾ ഇനി പറയുന്നു. ശുദ്ധമായ വെള്ളം വേണ്ടുവോളം നൽകുക. മേൽക്കൂരയിലും ചുറ്റിലും വെള്ളം സ്പ്രേ ചെയ്യുക. കന്നുകാലികളെ 2-3 തവണ കുളിപ്പിക്കുക. നിർജ്ജലീകരണം തടയുന്നതിനുള്ള ലവണ മിശ്രിതവും ലായനികളും നൽകുക. ഇത് മൃഗഡോക്ടറുടെ നിർദ്ദേശാനുസരണം തീറ്റയിലോ വെള്ളത്തിലോ കലർത്തി നൽകണം. തൊഴുത്തിന് വേണ്ടുവോളം കാറ്റും വെളിച്ചവും ലഭ്യമാക്കണം. തൊഴുത്തിനു ചുറ്റും തണൽമരങ്ങൾ നട്ടുവളർത്തുക. കരുനാഗപ്പള്ളി സംസ്ഥാന തെങ്ങിൻ തൈ ഉൽപാദന കേന്ദ്രത്തിൽ നേന്ത്രൻ വാഴയുടെ ഉന്നത ഗുണനിലവാരമുള്ള ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. ആവശ്യമുള്ള കർഷകർക്ക് തൈയൊന്നിന് 20 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. പശുപരിപാലന രംഗത്തേക്ക് യുവതീ യുവാക്കളെ ആകർഷിക്കുന്നതിനും പുതിയ ഡയറി ഫാമുകൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടി കേരളത്തിലെ പാലുൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടി തൃശൂർ രാമവർമ്മപുരത്തുള്ള മിൽമ ട്രെയിനിംഗ് സെന്റർ 4 ദിവസത്തെ ക്ഷീര കർഷക പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. താമസം, ഭക്ഷണം, ക്ലാസുകൾ, പഠന സാമഗ്രികൾ, ഫാം സന്ദർശനം എന്നിവയ്ക്ക് ഫീസ് ഈടാക്കുന്നതാണ്. ആദായകരമായ പശുപരിപാലനത്തിന് വേണ്ട എല്ലാ വിഷയങ്ങളും ഈ പരിശീലന പരിപാടിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഏപ്രിൽ 4 മുതൽ 7 വരെ നടക്കുന്ന പരിശീലനത്തിൽ 15 പേർക്കാണ് പ്രവേശനം. താൽപര്യമുള്ളവർ ഏപ്രിൽ 2 മുൻപ് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാവുന്ന ഫോൺ നമ്പർ 0487269589. എല്ലാ കാർഷിക ആവശ്യങ്ങളും സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന ഒരു നൂതന സംരംഭമാണ് അഗ്രോ സൂപ്പർ ബസാറുകൾ. വിത്ത് മുതൽ തൈകൾ വരെയും ചെറിയ കൃഷി ആയുധങ്ങൾ മുതൽ ആധുനിക കൃഷി യന്ത്രങ്ങൾ വരെയും കുറഞ്ഞ വിലയ്ക്ക് ഇവിടെ ലഭ്യമാക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0471247143. മറ്റൊരു നമ്പർ 0471247143. മറ്റൊരു നമ്പർ 047124714345. കൃഷിവകുപ്പിന്റെ എല്ലാ ജില്ലകളിലും പ്രവർത്തിക്കുന്ന മണ്ണ് പരിശോധനാ ശാലകളിൽ ഓരോ വിളകൾക്കും ശാസ്ത്രീയ കൃഷിക്കും വേണ്ടി മണ്ണ് പരിശോധന നടത്തി വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നു. മണ്ണ് പരിശോധനയ്ക്കായി അടുത്തുള്ള കൃഷിഭവനിൽ നൽകുമ്പോൾ വിളകളുടെ വിവരവും മേൽവിലാസവും സർവേ നമ്പരും മണ്ണിനോടൊപ്പം നൽകേണ്ടതാണ്. നിരണം ഡക്ക് ഫാമിൽ 1 ദിവസം പ്രായമായ വിഗോവ താറാവിൻ കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറായി. വിശദവിവരങ്ങൾക്ക് വിളിക്കാവുന്ന ഫോൺ നമ്പർ 0469271198. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 7700 രൂപ, വെളിച്ചെണ്ണ കോഴിക്കോട് 8400 രൂപ, വെളിച്ചെണ്ണ തൃശൂർ 7500 രൂപ, കൊപ്ര കൊച്ചി 5280 രൂപ, കൊപ്ര കോഴിക്കോട് 5350 രൂപ, കൊപ്ര തൃശൂർ 5200 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 64800 രൂപ, കുരുമുളക് ഗാർബിൾഡ് 67800 രൂപ, ചുക്ക് മീഡിയം 16500 രൂപ, ചുക്ക് ബെസ്റ്റ് 18000 രൂപ, മഞ്ഞൾ സേലം 11200 രൂപ, മഞ്ഞൾ ഈറോഡ് 11500 രൂപ, കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 11300 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 11500 രൂപ,
കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 11,300 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 11,500 രൂപ. കമ്പോള നിലവാരം കൊച്ചി മാർക്കറ്റ്. വെളിച്ചെണ്ണ 7,700 രൂപ, കൊപ്ര 5,280 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,000 രൂപ, പിണ്ണാക്ക് റോട്ടറി 2,300 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 64,800 രൂപ, കുരുമുളക് ഗാർബിൾഡ് 67,800 രൂപ. ചുക്ക് മീഡിയം 16,500 രൂപ, ചുക്ക് ബെസ്റ്റ് 18,000 രൂപ. അടയ്ക്ക പുതിയത് 19,000 രൂപ മുതൽ 20,000 രൂപ വരെ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 180 രൂപ മുതൽ 210 രൂപ വരെ. ജാതിക്ക തൊണ്ടില്ലാത്തത് 375 രൂപ മുതൽ 425 രൂപ വരെ. ജാതിപത്രി 580 രൂപ മുതൽ 925 രൂപ വരെ. ഗ്രാമ്പു 765 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 11,300 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 11,500 രൂപ. ഒട്ടുപാൽ 8,100 രൂപ, ലാറ്റക്സ് 8,000 രൂപ. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 37.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.6 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 37.8, 27.4. കൊച്ചി 34.2, 25.8. ആലപ്പുഴ 35.6, 26.4. പുനലൂർ 38.2, 22. തിരുവനന്തപുരം കൂടിയ താപനില 35.3 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.2 ഡിഗ്രി സെൽഷ്യസ്. കാർഷിക വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.